Hi friends, അപ്പോൾ ഇന്നൊരു 1.5 കിലോ വെയിറ്റ് വരുന്നൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പി വീഡിയോ കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒരു 1.25 കപ്പ് മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂണും 2 പിഞ്ചും കൂടി ബേക്കിംഗ് സോഡ, പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പ്. ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. ഇല്ല അരിച്ചൊന്ന് 3 എണ്ണം അരിച്ചു വെച്ചാലും മതി. ഇനിയിപ്പോൾ ഡ്രൈ ആയിട്ടൊരു ബൗളിലേക്ക് ഞാൻ ഒരു 5 എഗ്ഗ് പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഇനി 1.5 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് നമുക്കൊന്ന് ബീറ്റ് ചെയ്യാം. ഏകദേശം ഒന്ന് എഗ്ഗൊക്കെ ഒന്ന് ബീറ്റായി വരുന്ന സമയത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന 1.25 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടെ ഒന്ന് ചേർത്ത് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. നല്ല ഫ്ലഫി ആവുന്നിടം വരെ നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ എഗ്ഗും ഷുഗറൊക്കെ നന്നായി ബീറ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്തിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലും 4 ടേബിൾ സ്പൂണോളം ചെറു ചൂടുള്ള പാലും കൂടെ ഒന്ന് ചേർത്തിട്ട് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് നമുക്ക് ബീറ്റർ ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ അതിലേക്ക് അരിച്ചു വെച്ചിരിക്കുന്ന ഫ്ലോർ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ. ഞാനിപ്പം ബീറ്റർ വെച്ചേട്ടോ മിക്സ് ചെയ്യുന്നത്. നിങ്ങൾ സ്പാച്ചുല വെച്ചോ ഇല്ലെങ്കിൽ ഹാൻഡ് വിസ്കോ എന്തെങ്കിലും യൂസ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് മൊത്തം ഇപ്പം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒന്നുകൂടെ ഞാൻ സ്പാച്ചുല യൂസ് ചെയ്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ആ സൈഡിലൊക്കെ പറ്റി പിടിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ആകാൻ വേണ്ടി കേട്ടോ. ഇനിയിപ്പോൾ ഞാനൊരു 8 ഇഞ്ച് ബേക്കിംഗ് ട്രേയിലോട്ടോ ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഓയിലൊക്കെ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ചിട്ട് നന്നായി എയറൊക്കെ ഇപ്പോൾ നന്നായി ടാപ്പ് ചെയ്ത ശേഷം നമുക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഓവർ സെറ്റപ്പ് ഒരു 10 മിനിറ്റായിട്ട് ഞാൻ പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അതിലേക്ക് ബാറ്റർ ഇറക്കി വെച്ചിട്ട് ഒരു 40 മിനിറ്റോളം എടുത്ത് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഇത് ബേക്ക് ചെയ്യാൻ വെച്ച സമയത്ത് നമുക്കിനി ക്രീമൊക്കെ ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ പ്രിസ്റ്റിൻ്റെ വിപ്പ് ടോപ്പിംഗ് എന്നുള്ള ക്രീം അവിടെ യൂസ് ചെയ്യുന്നത്. ഒരു 2.25 കപ്പ് ക്രീം ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ ക്രീം എടുക്കുന്ന സമയത്ത് അതിൻ്റെ കൺസിസ്റ്റൻസി ഇങ്ങനെ ആയിരിക്കണം, നല്ല ഇതുപോലെ വരണം കേട്ടോ. അല്ലാണ്ട് കട്ട പിടിച്ച് വരത്തില്ല. അപ്പോൾ അതിനകത്തൊക്കെ ഐസ് ക്രിസ്റ്റൽസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റിഫായി കിട്ടത്തില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് എടുത്തിട്ട് നമുക്ക് നല്ല സ്റ്റിഫായി ബീറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം പൗഡർ ഷുഗറും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിർബന്ധമില്ല, എൻ്റെ ക്രീമിന് കുറച്ച് മധുരക്കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്, അതിന് വേണ്ടി കേട്ടോ. ഇനി നമുക്ക് നല്ല സ്റ്റിഫായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ക്രീമൊക്കെ ഇവിടെ നന്നായി ബീറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാനത് ഒരു ക്ലീൻ റാപ്പ് യൂസ് ചെയ്ത് നന്നായി ഒന്ന് കവർ ചെയ്തിട്ട് ഒന്ന് തണുപ്പിക്കാൻ വെക്കും കേട്ടോ. അപ്പം ഈ സമയം നമ്മുടെ കേക്കൊക്കെ ഒന്ന് ബേക്കായി ആറി വരുന്ന സമയമാകുമ്പോഴത്തേക്കും നമ്മുടെ ക്രീമൊക്കെ നല്ല സ്റ്റിഫായിട്ടിരിക്കും. ഇനി ഇത് കഴിഞ്ഞിട്ട് ഈ ഒരു സമയത്ത് തന്നെ കേട്ടോ നമ്മുടെ ഷുഗർ സിറപ്പും റെഡിയാക്കുന്നത്. ഇതിലേക്ക് ഒരു 1.25 കപ്പ് വെള്ളവും 3/4 കപ്പ് പഞ്ചസാര ഇട്ട് തിളപ്പിച്ചത് കേട്ടോ. ഈ സമയത്ത് വേണം ചെറിയും കൂടെ നിങ്ങൾക്ക് ഇട്ട് തിളപ്പിക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ ചെറിയ ഇടാറില്ല. ഇപ്പോൾ നമ്മുടെ കേക്കൊക്കെ ഇവിടെ ആറി വന്നിട്ടുണ്ട്. 3 ലെയറായി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഐസിങ് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് ലെയറൊക്കെ വെച്ച് സിറപ്പൊക്കെ ഇട്ട് വെച്ച ശേഷം നമ്മൾ ക്രീമൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ലെയറിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റും അതുപോലെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയും കൂടെ ഒക്കെ ഇട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് സെക്കൻഡ് ലെയറും വെച്ച് ഇതുപോലെ തന്നെ സിറപ്പൊക്കെ ഇട്ട് വെച്ച ശേഷം ക്രീമൊക്കെ അപ്ലൈ ചെയ്ത ശേഷം ഇതുപോലെ തന്നെ ചോക്ലേറ്റും ചെറിയൊക്കെ ഇട്ടുന്ന ഫില്ലിങ്ങിൽ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് തേർഡ് ലെയറും കൂടെ വെച്ച് ഷുഗർ സിറപ്പൊക്കെ ഒഴിച്ച ശേഷം ഒന്ന്
സെൻറ്ററിലെടുത്ത യെല്ലോ കളർ കുറച്ച് മിച്ചം ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിലേക്ക് ഞാൻ ലീഫ് ഗ്രീനും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ കേട്ടോ. ഇനി കേക്ക് പേരും കൂടി എഴുതി നമുക്ക് കേക്ക് ഒന്ന് ഫിനിഷ് ചെയ്യുക. അതിന് മുമ്പായിട്ട് അതിൻ്റെ ഗ്യാപ്പിലൊക്കെ കുറച്ച് ഷുഗർ ബോൾസ് കൂടെ ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇന്ന് സിമ്പിൾ ഡിസൈനാണ് ചെയ്തത്. ജസ്റ്റ് റെസിപ്പി വീഡിയോ ജസ്റ്റ് ഇട്ടെന്നേ ഉള്ളൂ. ഇടയ്ക്ക് റെസിപ്പി വീഡിയോയും കൂടി ഇടാമല്ലോ എന്ന് വിചാരിച്ചെങ്കിൽ ഇട്ടെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിന്ന് നാളെ കാണാവേ.